നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ഒരു പാലപ്പം ആണ്. നമ്മളിത് അരിയൊക്കെ വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുക്കുന്ന ഒരു ബാറ്ററാണ് ഈ പാലപ്പത്തിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി കടയിൽ നിന്ന് പൊടിയൊക്കെ വാങ്ങിയിട്ട് അത് നമ്മൾ ബാറ്ററാക്കിയിട്ടും അപ്പം ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരു 100 ഇരട്ടി ടേസ്റ്റാണ് നമ്മൾ ഇതേമാതിരി വീട്ടിൽ അരിയൊക്കെ കുതിർത്ത് അരച്ചുണ്ടാക്കുന്ന അപ്പത്തിന്. ഈ അപ്പം ചെയ്യാൻ ഒരു പാടുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ബാറ്ററും നമുക്ക് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലാണ്ട് ആ പൊടിയല്ലാണ്ട് ഇങ്ങനെ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നൈറ്റ് ഫുള്ള് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഞാൻ ഈ 3 കപ്പ് പച്ചരിക്ക് 1 മുതൽ 1.5 കപ്പ് വരെ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ എടുത്തിരിക്കുന്നതും 1 കപ്പാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കുന്നില്ല, ജസ്റ്റ് ടേസ്റ്റിന് മാത്രം ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഞാനൊരു 5 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ഈസ്റ്റ് നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ബാറ്റർ റെഡിയാക്കി അതിൽ വേണമെങ്കിലും കലക്കി വയ്ക്കാം. ഇല്ലാണ്ട് നമ്മൾ ഇതിലേക്ക് വേണമെങ്കിലും ഇട്ട് അരച്ച് വേണമെങ്കിലും എടുക്കാമേ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രൈൻഡറിലാണ് ഇത് അരയ്ക്കുന്നത്. നിങ്ങൾക്കൊരു മിക്സിയിലോ ഫുഡ് പ്രോസസ്സറിലോ ഒക്കെ അരച്ചെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഈ സോക്ക് ചെയ്ത അരി ഇതിലേക്ക് ഇടുകയാണേ. ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന റൈസ് ഇഡ്ലി റൈസാണ്. നിങ്ങൾക്ക് നോർമൽ പച്ചരിയോ പൊന്നി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം. ഏത് റൈസിലും ഈ അരി നല്ലതുപോലെ നമ്മൾ കഴുകി സോക്ക് ചെയ്ത് ഒരു 3-4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം എടുക്കാൻ. അരി ഏതായാലും ഈ രീതിയിൽ ചെയ്താൽ നമ്മുടെ പാലപ്പം നല്ല ടേസ്റ്റിൽ വരും. ഇപ്പോൾ നമ്മളിതിലേക്ക് അരി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറ് ചേർക്കുകയാണേ. ഞാനിപ്പോൾ ഇതിലൊരു 1 കപ്പ് ചോറാണ് ചേർക്കുന്നത്. ഈ ചോറ് ചേർത്താൽ നമ്മുടെ അപ്പം കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താൽ നമ്മുടെ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഞാനത് ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് അരച്ചാണ് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മാവ് നല്ല പുളിച്ച് പൊങ്ങും. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുകയാണ്. ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ ജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും ഈ അപ്പത്തിൽ വരില്ല, പക്ഷേ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ അപ്പത്തിന്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി പഞ്ചസാര നിങ്ങൾക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല. ഞാനിത് അരച്ചെടുത്തിട്ട് അതിന് ശേഷം മാവിലേക്കാണ് ഞാൻ ഈ പഞ്ചസാര ചേർക്കുന്നത്. ഇതിലിട്ട് അരച്ചെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ അരയ്ക്കുമ്പോൾ അങ്ങനെ അരച്ചാൽ മതിയാവും. ഇനി ഞാൻ ഈ ഗ്രൈൻഡർ ഒന്ന് മൂടിയിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. വെള്ളം നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. നമുക്കിത് ഒരുപാട് തിക്കായിട്ടുമല്ല ഒരുപാട് തിന്നായിട്ടുമല്ല കേട്ടോ വേണ്ടത്, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരഞ്ഞു വരുന്നുണ്ട്. നമുക്കൊരു സ്പാറ്റില വെച്ചിട്ട് ഈ സൈഡിലുള്ള അരിയൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്രൈൻഡറിൽ എപ്പോഴും അരയ്ക്കുമ്പോൾ സൈഡിലുള്ളത് നമ്മളിങ്ങനെ ഒരു സ്പാറ്റില വെച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾക്കുള്ളിലുള്ള മാവൊക്കെ നല്ലതുപോലെ അരഞ്ഞും വരും. ബാക്കി സൈഡിലുള്ള അരിയൊക്കെ ചിലതൊക്കെ അരയാതെ കിടന്നിട്ട് നമുക്ക് ഈ അരിയൊക്കെ ഇതിൽ കടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് സ്പാറ്റില വെച്ചൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുള്ളപ്പോൾ ഒഴിച്ച് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി ഈ അപ്പം ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വരാൻ കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. നമ്മൾ
ഈ അപ്പത്തിന് വെള്ളം ഒഴിക്കുന്നതിന് പകരം തേങ്ങാ വെള്ളമില്ലേ, നമ്മൾ എന്തായാലും തേങ്ങ തിരുമ്മിയല്ലേ ഇതിലിടുന്നത്, അതിലെ തേങ്ങാ വെള്ളത്തിൽ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആ വെള്ളം വെച്ചിട്ട് ഈ വെള്ളത്തിന് പകരം, നോർമൽ വെള്ളത്തിന് പകരം നമ്മൾ തേങ്ങാ വെള്ളവും ഷുഗറും ചേർത്തിട്ടുള്ള മിക്സ് ഇട്ട് അരയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പത്തിന്. നല്ല സോഫ്റ്റായിട്ടൊക്കെ വരും. നമ്മൾ ഈ കള്ളപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെ ചെയ്താൽ വരിക. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരയ്ക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ തേങ്ങാ വെള്ളം ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പം ഈ നോർമൽ വെള്ളം വെച്ച് അരയ്ക്കുന്നത്. ഞാൻ മിക്കപ്പോഴും ഈ തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്താണ് ഇത് അരയ്ക്കാറുള്ളത്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്കത് കിട്ടും. അപ്പം നിങ്ങൾ ആ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലും ഇത് അരയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ 1.5 കപ്പ് തേങ്ങ ഇട്ടിട്ടില്ലേ, അതിന് പകരം 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് ബാക്കി ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും അതിൽ ആവശ്യത്തിന് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്കിട്ട് ഒഴിച്ചു കൊടുത്ത് അരച്ചാലും നമുക്ക് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം കിട്ടും. ഇപ്പോൾ ഏകദേശമൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. കുറച്ച് തരിതരിയായിട്ട് കിട്ടണം. എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് തരിയായി പോകാനും പാടില്ല. ചെറിയ തരിതരിയായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ആവശ്യത്തിന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരാം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് തരിതരിയായിട്ട് നമുക്കിത് അരഞ്ഞു കിട്ടണേ. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഗ്രൈൻഡർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റണം. ഇപ്പം ഞാനിതൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ഈ മാവൊക്കെ വെക്കുമ്പം കുറച്ച് വലിയൊരു ബൗളിലേക്ക് വേണം വെക്കാനായിട്ട്. കാര്യം ഇതൊക്കെ ഒന്ന് പുളിച്ച് പൊന്തി വരുമ്പോഴേക്ക് നമുക്ക് ഫെർമെൻ്റായിട്ട് നല്ലതുപോലെ കിട്ടുമ്പോൾ ഇതിൻ്റെ വോളിയം ചിലപ്പം ഇരട്ടിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ഇപ്പോൾ അരപാത്രം ഉണ്ടത്, ഈ അരഭാഗത്തിന് മുകളിൽ എന്തായാലും ഇത് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് പുളിച്ച് ഒരുപാട് പൊന്തി പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു വലിയ ബൗളിൽ വേണം നിങ്ങളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഇത് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കല്ല, എങ്കിലും ഞാനൊരല്പം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കുകയാണ്. എൻ്റെ കയ്യിലിപ്പോൾ ബ്രൗൺ ഷുഗറാണുള്ളത്, അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര നമ്മൾ ഈ മാവിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പം കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിട്ട് നിങ്ങൾ പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാം. ഈ പഞ്ചസാരയുടെയൊക്കെ ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുറച്ച് മതിയെങ്കിൽ ഒരു 2 ടീസ്പൂൺ 3 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ഈ അപ്പത്തിന് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വെക്കണേ. ഞാനിപ്പോൾ ഏകദേശം 6-7 മണിക്കൂർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതിൽ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പോലെ പുളിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അപ്പം തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. ഞാനിതൊരു ഉപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ മാവൊക്കെ പുളിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് കുറച്ച് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ വെള്ളത്തിന് പകരം കുറച്ച് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാലപ്പച്ചട്ടി ചൂടാക്കിയിട്ട് നമുക്കിതിലേക്ക്
മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മാവ് എത്തത്തക്ക രീതിയിൽ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ തിരിച്ചിടുന്നില്ല ദോശ മാതിരി, ഒരു സൈഡ് മാത്രമേ നമ്മൾ വേവിച്ചെടുക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചോണേ. എപ്പോഴും ചെയ്യുന്നവർക്ക് നല്ലോണം അറിയാം ഇത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ അപ്പം സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നടുവിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് തിക്കായിട്ടും വന്നിട്ടുണ്ട്. നമുക്കിതേപോലെ അടുത്ത സെറ്റും ചെയ്യാം. മാവ് ചൂടായിട്ടുള്ള അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ആ പിടിയിൽ പിടിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്താൽ ഈ നടുവിലെ ഭാഗത്തുള്ള മാവെല്ലാം നടുവിൽ വരികയും ചെയ്യും. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ സൈഡൊക്കെ ക്രിസ്പി ആയിട്ട് നമ്മളങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ആ നടുവിൽ തിക്കായിട്ടും വരും, സൈഡൊക്കെ നല്ല തിന്നായിട്ട് ക്രിസ്പി ആയിട്ടും വരും. അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം റെഡിയായി. സ്റ്റൂവിൻ്റെ കൂടെയും കടലയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഇത്. ഇതിൻ്റെ കൂടെ നമ്മൾ നോർമൽ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.